എന്താ ഹെഡ്സെറ്റ് വെക്കുക? Yeah. Sit down. Yes. Yes. Hi, very good morning all. Good morning, ma'am. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഗുഡ് മോർണിംഗ്. മോർണിംഗ് Good morning. രജേഷ്, നിരോഷ, നീന, Good morning. Good morning. Good morning. ഐശ്വര്യ, അനീഷ, മോർണിംഗ്. ഓക്കെ, അപ്പൊ എന്റെ പേര് ശരണ്യ. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? ബ്രേക്ക് ആവുന്നുണ്ടോ നിരോഷ? എല്ലാരും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കണം. എന്താണ് മോണ്ടിസോറി കോഴ്സ് അറിയാനോ? ആണോ? എക്സൈറ്റഡ് ആണോ? അതെ അതെ. അതെ. മറ്റുള്ളവരുടെ സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്താൽ ശരിക്കും കേൾക്കാമായിരുന്നു. മ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ചെയ്തോളൂ എല്ലാവരും.
ലിമി, പിന്നെ ആരാ mute ചെയ്തത്? ധനീഷ മ്യൂട്ട് ചെയ്തോളൂ. ധനീഷ. ലിമി മ്യൂട്ട് ചെയ്തോളൂ. ലിമി മ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ചെയ്തോളൂ. മൈക്ക് ഓഫ് ചെയ്തോളൂ. ഓക്കെ. ഇനി ആരെങ്കിലും മ്യൂട്ട് ചെയ്യാത്തുണ്ടോ? നിങ്ങൾ ഒരാള് മൈക്ക് അൺമ്യൂട്ട് ചെയ്താല് എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓക്കെ, എല്ലാരും മ്യൂട്ട് ചെയ്തല്ലോ. നമ്മുടെ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യുന്നവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. മ്യൂട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഓക്കെ, ശരി. അപ്പൊ എന്താണ്, നമ്മളിത് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെല്ലാം എക്സൈറ്റഡ് ആണ്. എന്താണ് മോണ്ടിസോറി കോഴ്സ്, എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും. എക്സൈറ്റഡ് ആണോ എല്ലാവരും? അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് സെലക്ട് മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. പിന്നെന്താണ്, ഒരു സക്സസ്ഫുൾ ആയിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു ടീച്ചർ ആയിട്ട് മാറാനും നിങ്ങൾ വിഷ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്യാരക്ടർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ശ്വേത, പ്ലീസ് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, അപ്പൊ ഇതില് എന്താണ്, ഓക്കെ. അപ്പോ എന്താണ് മോണ്ടിസോറി എന്ന് ആ കോഴ്സിനെ പറ്റി അറിഞ്ഞ് എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് ഇതിൽ ജോയിൻ ചെയ്തവരുണ്ടായിരിക്കും. ഉണ്ടോ അങ്ങനെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണമല്ലോ അതുകൊണ്ട് ഈ കോഴ്സ് പഠിക്കാം, അങ്ങനെ ഇതിലോട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? മോണ്ടിസോറിനെ കുറിച്ച് അറിഞ്ഞിട്ടാണോ ഈ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തത്? അതെ, അറിഞ്ഞിട്ടാണ്. അല്ലേ? നമുക്കറിയാം, നമ്മളൊരു ബിൽഡിംഗ് എന്താണ്, ഒരു ഹോം പണിയുമ്പോ തന്നെ, ഒരു വീട് പണിയുമ്പോ തന്നെ എല്ലാ ബിൽഡിങ്ങിന്റെ എങ്ങനെ ഫൗണ്ടേഷൻ എങ്ങനെയാണ് സ്ട്രോങ് ആയിരിക്കണം എന്ന് പറയും അല്ലേ? അതേപോലെ നമ്മൾ ബേസിക് എഡ്യൂക്കേഷൻ ഓരോ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് നമ്മള്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ബേസിക് എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം? സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ നല്ല ഡെഡിക്കേഷനിലോട് കൂടി ആയിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി വേണം നമ്മൾ ഈ കോഴ്സിലോട്ട് വരാനായിട്ട്. ഓക്കെ, നല്ലൊരു ടീച്ചർ ആയിരിക്കണം നമ്മള്. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മളിപ്പോ നമ്മളിപ്പോ എല്ലാവരും പഠിച്ചു, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും എങ്ങനെയാണ് പഠിച്ചു വന്നത്? ഒരു ട്രഡീഷണൽ വേയിൽ കൂടിയാണ് നമ്മൾ എല്ലാവരും പഠിച്ചു വന്നത് അല്ലേ? എന്തായിരുന്നു ആ ട്രഡീഷണൽ മെത്തേഡ്? എങ്ങനെയായിരുന്നു? ഷഹാനയ്ക്ക് പറയാമോ നമ്മൾ എങ്ങനെയാണ് പഠിച്ചു വന്നത്? നമ്മൾ പഠിച്ച രീതി എങ്ങനെയായിരുന്നു? എല്ലാം കാണാതെ പഠിച്ച് പോണൊരു രീതിയായിരുന്നു. നമ്മളെങ്ങനെയാ ബൈ ഹാർട്ട് ചെയ്യല്ലേ? അതെ, നമ്മളെല്ലാം ടീച്ചർ തരുന്ന എല്ലാ നോട്ട്സും ബൈ ഹാർട്ട് ചെയ്യാ, അത് പഠിക്കുക. നമ്മൾക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് സെലക്ട് ചെയ്യാനോ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക് പഠിക്കാനോ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? അങ്ങനെയാണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? അതെ മാഡം. പിന്നെ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ട്രഡീഷണൽ മെത്തേഡില്? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാകണം. ഓക്കെ, നമ്മൾ മോണ്ടിസോറി TTC ആണ് പഠിക്കുന്നത്. സാധാരണ TTCയിൽ നിന്ന് ഈ മോണ്ടിസോറി TTC എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? അപ്പൊ എങ്ങനെയായിരുന്നു ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ് എങ്ങനെയായിരുന്നു? ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്യും, പിന്നെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. നോട്ട്സ് എഴുതും. ഓക്കെ, പിന്നെ അത് എക്സാംസ് ഉണ്ടാകും. അതിന്റെ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് ആ ബേസിക് ആയിട്ടുള്ള നോളജ് അല്ലാതെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടോ സോഫിയക്ക് ഓർമ്മയുണ്ടോ? ബേസിക് ആയിട്ട് പഠിച്ച ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മളിത് മറന്നു പോകാൻ കാരണം? എന്തുകൊണ്ടായിരിക്കാം?
മനസ്സിലാക്കാതെ പഠിക്കുന്നത് കൊണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് വ്യത്യസ്തമാണ് അല്ലേ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടോപ്പിക് എല്ലാം നമ്മൾ പഠിക്കുന്നത് അല്ലേ? ടീച്ചർ തരുന്ന സിലബസ് അല്ലെങ്കിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് നമ്മൾ ജസ്റ്റ് ഫോളോ ചെയ്യുന്നു, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുന്നു. എന്തായിരുന്നു? ടീച്ചേഴ്സിന് പേടിയായിരുന്നു. ആർക്കായിരുന്നു ടീച്ചേഴ്സിന് പേടി? സ്റ്റിൽ ഇപ്പോഴാ പ്രോബ്ലം ഉണ്ടോ? പേരെന്താ? ഹലോ. അതെ, പണ്ടത്തെ കുട്ടികൾക്ക് ടീച്ചേഴ്സിനെക്കാളും പേടിയല്ലേ? ഇപ്പത്തെ ടീച്ചേഴ്സ് ഒക്കെ ഒരുപാട് മാറ്റമുള്ള ടീച്ചേഴ്സ് അല്ലേ? ടീച്ചേഴ്സ് നമുക്ക് പേടിയായിരുന്നു, ശരിയാണല്ലേ? അപ്പൊ ട്രഡീഷണൽ മെത്തേഡിൽ എങ്ങനെയാണ്? ഒരു ബ്ലാക്ക് ബോർഡ്. നിങ്ങൾക്ക് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? നിങ്ങളുടെ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫസ്റ്റ് ഓർമ്മ വരുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്? കുറെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും. പിന്നെന്തൊക്കെയാണ്? ടെക്സ്റ്റ്, നോട്ട്, സ്ലേറ്റ്, ബുക്ക്, ബ്ലാക്ക് ബോർഡ്, ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിലോട്ട് ആദ്യം ഓടി വരുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലേ? ക്ലാസ് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് ആദ്യം ഓടി വരുന്നത് ഇങ്ങനത്തെ അസൈൻമെന്റ്സ് ഒക്കെ, അസൈൻമെന്റ്സ്, പ്രോജക്ട്സ്, എക്സാംസ് അല്ലെ? ഇതൊക്കെയാണ് നമ്മളുടെ മൈൻഡിലോട്ട് ഫസ്റ്റ് ടൈം തന്നെ ഓടി വരുന്നത്. ആണോ? ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ആർക്കെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? അതെ, ഒരു വടി ഉണ്ടായിരിക്കും. അതെ. പിന്നെ ഓക്കെ. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്? ചാർട്ട് പേപ്പേഴ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ ഈ എഴുതിയിട്ടുള്ളത് ഉണ്ടായിരിക്കും, പടങ്ങൾ വെച്ചിട്ട്. നമ്മളൊരു ബ്രേക്ക് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കല്ലേ? ബെല്ലടിക്കുന്നത് എപ്പോഴാണെന്ന് വെയിറ്റ് ചെയ്തിരിക്കും. എന്തുകൊണ്ടാ അത്? പിന്നെ PT പീരീഡ് അങ്ങനെയൊക്കെ. PT പീരീഡ് ഉണ്ടാവും. നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ളത് എന്തായിരുന്നു? ബ്രേക്ക് കിട്ടാനായിട്ടായിരുന്നു അല്ലെ? ബ്രേക്ക് ചെയ്യുന്ന ആ പീരീഡ് നമ്മള്, അല്ലെങ്കിൽ എന്താണ് ബെല്ലടിക്കുന്ന ടൈം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. എന്തുകൊണ്ടാ അത്? കളിക്കാൻ പറ്റും. നമ്മൾ നമുക്ക് ക്ലാസ്സിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാലോ. എൻജോയ്. അത്രയും നേരം പിടിച്ച റഷ് ആയിട്ടുള്ള ക്ലാസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടണം അല്ലെ? ഒന്ന് ഫ്രീ ആകണം. അതാണ് നമ്മുടെ മൈൻഡിലുള്ളത് അല്ലേ? അതെ അതെ. അങ്ങനെ പിള്ളേർക്ക് അങ്ങനെ ആയിരുന്നോ? അതെ 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 മാഡം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് ട്രഡീഷണൽ മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട്? പിന്നെ അസംബ്ലി, പിന്നെ ന്യൂസ് പേപ്പർ റീഡിങ്. ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇതൊക്കെ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്തരം ആക്ടിവിറ്റീസ് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണോ? നല്ല ഇഷ്ടമാണ് അതൊക്കെ. മോർണിംഗിൽ തന്നെ ചെയ്യുമ്പോൾ നല്ല ഇഷ്ടമാണ് അതൊക്കെ. അത്രയും സമയം പോയി. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണോ? ടീച്ചർ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നല്ലോ, നാളെ വരുമ്പോ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, അത് ചെയ്യണം. ടീച്ചറിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യുന്നതല്ല ഓരോന്നും. കൂടുതൽ അങ്ങനെയാ. ടീച്ചർ പറയുന്നത് കേൾക്കുന്നതാണ്. നമ്മുടെ ഇഷ്ടമല്ല, ടീച്ചർ പറയും അങ്ങനെ ചെയ്യണം. ചെയ്യണത് ഇഷ്ടമുള്ളവരുണ്ടാവും. അതിനു വേണ്ടി പ്രിപ്പയർ ആയി ഇന്ന് ഞാനാണ് ന്യൂസ് വായിക്കണേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അസംബ്ലിയിൽ എല്ലാവരുടെയും ഫ്രണ്ടിൽ നിന്ന്. അപ്പോ നമ്മൾ പറഞ്ഞു ട്രഡീഷണൽ മെത്തേഡ് അല്ലെങ്കിൽ ക്ലാസ് റൂം. ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഓടി വരുന്നതെന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഈ മോണ്ടിസോറി എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും മോണ്ടിസോറി എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം, ഒരു ടീച്ചറിന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഒരേപോലെയാണോ? അല്ല. പല വേവ്ലെങ്തിലുള്ള പിള്ളേരാണ്. അവർക്ക് എങ്ങനെയാണ്? അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ടേസ്റ്റുകൾ വ്യത്യസ്തമാണ്. പിന്നെന്താണ്? അവരുടെ എബിലിറ്റി, അവരുടെ സ്കില്ല്, അവരുടെ IQ ലെവല് എല്ലാം വ്യത്യാസമാണല്ലേ? എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള ഇത്തരം കുട്ടികളെ നമ്മൾ ഒരേപോലെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരേപോലെയാണോ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്? ഓരോ ടേസ്റ്റ് അനുസരിച്ച് വേണം. തനീഷ എന്താ പറയുന്നത്? തനീഷ, ഓരോ കുട്ടികളുടെയും ടേസ്റ്റ് അനുസരിച്ച് വേണം നമ്മളത് ചോയ്സ് ചെയ്യാൻ വേണ്ടിട്ട്. നമ്മൾ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം.
അപ്പൊ മോണ്ടിസോറിയിൽ എന്താണ്, ടീച്ചർ എന്ന വാക്കിന് പുറമെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഫെസിലിറ്റേറ്റർ ആണ്, നമ്മളൊരു അസിസ്റ്റ് ചെയ്യണം. ഒരു ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒബ്സർവർ ആണ്. ഓക്കെ, ആ കുട്ടിയെ നിരീക്ഷിക്കുക, എന്തെങ്കിലും മിസ്റ്റേക്സ്, അപ്പാരറ്റിസ്, അതിനു മുമ്പ് അപ്പാരറ്റിസ് എന്താണെന്ന് പറയണം അല്ലെ. മോണ്ടിസോറിയിൽ നമ്മൾക്ക് ഈ ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ ഇങ്ങനെ അസൈൻമെന്റ്സ്, ബെഞ്ച്, ഡെസ്ക്, അങ്ങനെ എല്ലാ ക്ലാസ് റൂം, മോണ്ടിസോറി ക്ലാസ് റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈവൻ യൂട്യൂബിലായാലും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ എന്തോ ലിമി ലിമി പറയുന്നത് ക്ലിയർ ആകുന്നില്ലടാ. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു മോണ്ടിസോറി അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റ് എങ്ങനെയാണ്? ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ്. നമുക്കിവിടെ ബ്ലാക്ക് ബോർഡ്സ് കാണാൻ പറ്റില്ല, ബ്ലാക്ക് ബോർഡ് ഇല്ല, ടെക്സ്റ്റ് ബുക്ക് ഇല്ല. എങ്ങനെയാണ്? ധാരാളം അപ്പാരറ്റസ്, ധാരാളം മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത്. ഓരോ കാര്യങ്ങളും കുട്ടികൾ പഠിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? ഓരോ ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഓരോ ആക്ടിവിറ്റീസിലൂടെയാണ്. പിന്നെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അവിടെ കുട്ടികൾക്ക് ഫ്രീഡം ഉണ്ട്. ഏത് ആക്ടിവിറ്റി സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡവും ആ കുട്ടിക്കുണ്ട്. ഓക്കെ, ഒരു ടീച്ചറിന്റെ ഇൻസ്ട്രക്ഷന്റെ ബേസിലല്ല ഓരോ കുട്ടിയും ആക്ടിവിറ്റീസ് ചെയ്യുന്നതും അത് സെലക്ട് ചെയ്യുന്നതും. ക്ലിയർ ആണോ? കുട്ടിക്ക് അതിൽ അവിടെ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി എൻവയോൺമെന്റ് എങ്ങനെയാണ്? ധാരാളം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ് റൂം ആണ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ധാരാളം അപ്പാരറ്റസ് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ ധാരാളം അപ്പാരറ്റസ് ഉണ്ട് അവിടെ, ബിൽഡിംഗ് ബ്ലോക്സ് പോലുള്ള അപ്പാരറ്റസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പോ നമുക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാം കുട്ടികൾക്ക്, ഓരോ ഷേപ്സ് പഠിപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിൽ കളേഴ്സ് എന്തോ ഇതാ മ്യൂട്ട് ചെയ്യാവോ? എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. പുതിയതായിട്ട് ജോയിൻ ചെയ്തവരും മ്യൂട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആവും, ക്ലിയർ ആവില്ല പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂട്ടോ എല്ലാവരും. ഓക്കെ, അപ്പൊ എന്താണ്, ധാരാളം ആക്ടിവിറ്റീസിലൂടെ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിൽ, ഓക്കെ, ട്രഡീഷണൽ മെത്തേഡിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഷേപ്സ് പഠിപ്പിക്കുന്നത്? എങ്ങനെയായിരിക്കും? ക്ലാസ്സിൽ ടീച്ചർ വരും, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഓപ്പൺ പേജ് നമ്പർ 25 ലൈക്ക് ദാറ്റ്. അതുപോലെ ആയിരുന്നു അല്ലേ? എന്നിട്ട് ടീച്ചർ വന്ന് ഇതേപോലെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കും, ഈ പേജ് നമ്പർ ഓപ്പൺ ചെയ്യും, ഒരു ഷേപ്സ് ഉണ്ട്, ഏതാണ്? റെക്ടാങ്കിൾ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതേപോലെ നമ്മൾ റെക്ടാങ്കിൾ കാണിച്ചു തരും, അതിനൊരു എക്സാമ്പിളും തരും. ഇതാണ് ട്രഡീഷണൽ മെത്തേഡ്. ഓക്കെ, ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്ത് വന്നിരുന്ന, ഇപ്പോഴും സ്റ്റിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്? ഇതേപോലെയാണ്. ഒരു റെക്ടാങ്കിൾ തരും അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ തരും, അതിനൊരു എക്സാമ്പിൾ തരും. ഇതാണ് ആ കുട്ടിക്ക് ഫസ്റ്റ് ആദ്യമായി ബിഗിനർ ആദ്യമായിട്ട് ഇത്തരം ഷേപ്സ് കാണുന്ന ഒരു കുട്ടിക്ക് ലഭിക്കുന്ന ഐഡിയാസ് എന്ന് പറയുന്നത് ഇത്രത്തോളം മാത്രമേ ഉള്ളൂ. ആണോ? നിങ്ങൾ അങ്ങനെയായിരുന്നോ? നിങ്ങൾക്ക് അങ്ങനെയായിരുന്നോ? പക്ഷെ മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? മോണ്ടിസോറിയിൽ ഇത്തരം ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികളെ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഷേപ്സ് പഠിപ്പിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ്, കളർ പഠിപ്പിക്കാനായിക്കോട്ടെ. ഈവൻ നമുക്കറിയാം ചെറിയ കുട്ടികളാണ്, അപ്പൊ അവർക്ക് പെൻസിലൊക്കെ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ? അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ആ ടൈമിൽ അല്ലെ? അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസിലൂടെ അവർക്ക് ഇത്തരം എന്താണ് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ആക്ടിവിറ്റി ക്ലിയർ ആണോ? അത് പെർഫെക്റ്റ് അല്ല, സർക്കിൾ അവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലൂടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാം? ഓക്കെ, ഫസ്റ്റ് കളർ പഠിപ്പിക്കാം. ഓക്കെ, സൗമ്യ കണ്ടിന്യൂ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാം? ഫസ്റ്റ് ഇവിടെ ഡിഫറെന്റ് ഷേപ്സ് മ്യൂട്ട് ചെയ്തോളൂ. വേറെ ആരാ മ്യൂട്ട് ചെയ്തേക്കുന്നത്? ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ സർക്കിൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് സർക്കിൾ മാത്രമാണ് ഇവിടെ ഡ്രോ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സുകൾ ഇവിടെ വരയ്ക്കാം, ഇഷ്ടമുള്ള കളറുകൾ അതിന് ഫില്ല് ചെയ്യാം.
ഓക്കെ, അപ്പൊ കുട്ടികൾ എന്തൊക്കെ പഠിക്കാം? ഫസ്റ്റ് നമ്മളിപ്പോ നമ്പേഴ്സ് പഠിപ്പിക്കുന്നതിന് പകരം കുട്ടികൾ ഫസ്റ്റ് എന്താണ് ക്വാണ്ടിറ്റി, അത് എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു ഷേപ്സ് കുട്ടികൾക്ക് ആദ്യം കാര്യം പറയണ്ട്. ഓക്കെ. ഫാത്തിമ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് കേറാൻ പറ്റുള്ളതെന്ന് പറഞ്ഞ എനിക്ക് മെസ്സേജ് ഇട്ടോണ്ടിരിക്കണ്ടോ, നോക്കാമോ? ഫാത്തിമ ലിങ്ക് വഴി, ആ ലിങ്ക് വഴി കയറി നോക്കാൻ പറയൂ നീനു. ഞാൻ പറഞ്ഞായിരുന്നു, അപ്പൊ ആൾക്ക് എന്തേത് കിട്ടുള്ളാന്ന് ക്ലാസ് തുടങ്ങിയപ്പോ മുതല് ലിങ്ക് നോക്കുന്നതാന്ന്. ഞാൻ ലിങ്ക് ഒന്നുകൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. ഷെയർ ചെയ്ത മെസ്സേജ് കിട്ടണമെന്ന് പറഞ്ഞു. ഓക്കെ. ശരി. ഓക്കെ, അപ്പോ എന്തെല്ലാം ആക്ടിവിറ്റീസ് കുട്ടി ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ? ഏത് ഷേപ്പ് ആണ്, നമ്മൾ ജസ്റ്റ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവോ? ഫസ്റ്റ് ആ കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഇതേപോലെ അല്ലെങ്കിലും എന്താണ്, നിങ്ങൾക്ക് ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് കുട്ടികൾക്ക് വരച്ചു കൊടുക്കാം. അത് ടച്ച് ചെയ്ത് അതിന്റെ വശങ്ങളിലൂടെ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ ട്രേസ് ചെയ്ത കുട്ടികൾക്ക് ആ ഷേപ്സ് ഈസിലി പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ്, ഈ ആക്ടിവിറ്റീസിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടിക്ക് പഠിക്കാൻ പറ്റും? കളറ് പഠിക്കാൻ പറ്റും. ഡിഫറെന്റ് കളേഴ്സ് പഠിക്കാം. ഓക്കെ, കളേഴ്സിന്റെ പേരിൽ കളേഴ്സ് കാണുമ്പോ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താണ് നമ്മൾ കേട്ട് പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണ് എന്ത് കണ്ടുപഠിക്കുന്നത്. ഷേപ്പ് പഠിക്കാം. ഷേപ്സ് പഠിക്കാം. ഓക്കെ, ഏതാണ് ഷേപ്പ് പഠിക്കാം, കളേഴ്സ് പഠിക്കാം, പിന്നെന്താണ് നമ്പേഴ്സ് പഠിക്കാം. എല്ലാം പഠിക്കാൻ പറ്റും. പഠിക്കാം. പ്ലീസ് മ്യൂട്ട്. സർക്കിൾ ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പഠിക്കാം. പിന്നെന്താണ്, നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തൂടെ? സെയിം കണ്ടുപിടിക്കാം. എന്തോ ഡോട്ട് ജോയിൻ ചെയ്ത് ഷേപ്പ് കണ്ടുപിടിക്കാം. അതിലുപരി എന്താണ്, നമുക്ക് ഈ സെയിം കളറുകളെ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാമോ? വിസിബിൾ ആണോ? അത് മുഴുവനായിട്ട് കാണാൻ പറ്റുന്നില്ല. ഹലോ മാം. ജോയിൻ ചെയ്തു. അതിലൂടെ കുട്ടികൾക്ക് എന്താണ് സ്ലാൻഡിങ് ലൈൻ, എന്താണ് സ്ലീപ്പിംഗ് ലൈൻ ഒക്കെ വരക്കാനായിട്ട് പഠിക്കാം. ആ ഫൈൻ മോട്ടോർ സ്കിൽസ്, അവരുടെ ആ പെൻസിൽ ഹോൾഡ് ചെയ്യാനായിട്ട് അത്ര ക്ലിയർ അല്ലെങ്കിലും അല്ല പ്രോപ്പർ ആയിട്ടല്ലെങ്കിലും അവർ അതിന് രണ്ടിനെയും തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ലിസ്മി, എന്താ? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ ക്ലിയർ ആണോ ബോർഡ്? അല്പം കൂടി ഒന്ന് ഉയർത്തി പിടിക്കാവോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ ജസ്റ്റ് വരച്ചൂന്നേ ഉള്ളൂ. സെയിം കളേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പൊ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതിലൂടെ ആ കുട്ടികൾക്ക് എന്താണ് ആ പെൻസില് ഹോൾഡ് ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട് കുട്ടികൾ. ഓക്കെ, അപ്പൊ ഒരു ആക്ടിവിറ്റീസ് യൂസ് ചെയ്ത് ഡിഫറെന്റ് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ കുട്ടികൾക്ക് ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്താൽ കുട്ടികളെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിപ്പിക്കാം. ഓരോ കാര്യങ്ങളും പഠിപ്പിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറയൂ, നിങ്ങൾ തന്നെ പറയൂ, അപ്പൊ ട്രഡീഷണൽ മെത്തേഡ് ആണോ അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് ആണോ കുട്ടികളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് നല്ലത്? നമ്മള് സ്കൂളിലൊക്കെ ഹലോ ക്ലിയർ ആവും. രണ്ടിനും രീതിയിലാണ്. രണ്ട് രീതിയിലും നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. നമ്മൾ കല കണ്ടിന്യൂ. കല പറയൂ. കല ഗുണങ്ങളും ഉണ്ട്, നമുക്ക് ദോഷങ്ങളും ഉണ്ട്. രണ്ട് രീതിയിലാണെങ്കിലും മറ്റേതാകുമ്പോഴത്തേനും നമ്മള് ഉരുട്ടി വായിക്കൊടുത്ത് കഴിപ്പിക്കുന്ന രീതിയും ഇത് തന്നെത്താനെ ഇൻഡിപെൻഡന്റ് ആക്കുകയാണ് അല്ലെ, കുട്ടികളെ സ്വയം പ്രാപ്തമാക്കുകയാണ്. മോണ്ടിസോറി മെത്തേഡ് അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അത്തരത്തിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് മോണ്ടിസോറി? നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേഗം അത് ഉൾക്കൊള്ളാൻ പറ്റും. മറ്റേതെന്ന് വെച്ചാൽ നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്താലേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് നേരിട്ട് കണ്ട് മനസ്സിലാക്കി. ഇപ്പൊ യൂട്യൂബിലൊക്കെ കുട്ടികൾ കാർട്ടൂണൊക്കെ വേഗം കണ്ട് ഇംഗ്ലീഷൊക്കെ വേഗം ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ ടീച്ചേഴ്സ് ഇത് നമ്മളെല്ലാ കാര്യങ്ങളും അതായത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കുട്ടികൾക്ക് വേഗം അത് ചെറിയ പ്രായത്തിൽ തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ മൈൻഡിൽ വേഗം അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരിക്കും. എന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്.
മനസ്സിലായല്ലോ? മോണ്ടിസോറിയും ട്രഡീഷണൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ? അതെ മാഡം. മോണ്ടിസോറിയുടെ ഫൗണ്ടർ ആരാണെന്നറിയോ? മരിയ മോണ്ടിസോറി. ഫൗണ്ടർ ആരാണ്? മരിയ മോണ്ടിസോറി ആണ്. ഓക്കെ, അപ്പൊ വിദ്യാഭ്യാസം ക്ലിയർ ആകുന്നില്ല. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. മീറ്റിംഗിന്റെ റെക്കോർഡ് ഉണ്ടാവോ? ഞാനിപ്പോ ജസ്റ്റ് ജോയിൻ ചെയ്തള്ളേ. മീറ്റിംഗിന്റെ റെക്കോർഡ് ഉണ്ടാവോ? റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ ഓക്കെ അഞ്ജലി. മാം ഇപ്പൊ കഴിഞ്ഞ ഇതിന്റെ ചോദിച്ചത്. ഇപ്പൊ കഴിഞ്ഞ സെഷന്റെ അല്ലേ? റെക്കോർഡ് ക്ലാസ് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ പിന്നെന്തായിരുന്നു? അപ്പൊ ഫൗണ്ടർ മരിയ മോണ്ടിസോറി ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ അത് ആവിഷ്കരിച്ച വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് അല്ലെ? അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ മരിയ മോണ്ടിസോറിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ? എന്തൊക്കെ കാര്യങ്ങൾ അറിയാം മരിയ മോണ്ടിസോറിയെ കുറിച്ച്? മരിയ മോണ്ടിസോറി ഇൻവെന്റ് ചെയ്ത ഒരു മെത്തേഡാണ് മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡ്, മോണ്ടിസോറി TTC എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? എങ്ങനെയാണ് മരിയ മോണ്ടിസോറി ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത്? ഓരോ അപ്പാരറ്റസും അല്ലെങ്കിൽ ഓരോ പ്രോപ്പർട്ടീസും പ്രായത്തിനനുസരിച്ച്, ഓക്കെ, പ്രായത്തിനനുസരിച്ചുള്ള കുട്ടികൾക്ക്, ഓരോ കുട്ടികൾക്കും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അപ്പാരറ്റസ് ആണ് മരിയ മോണ്ടിസോറി അവരുടെ സ്കൂളിൽ, അവരുടെ ഫസ്റ്റ് സ്കൂളായിരുന്നു കസാദി ബാംബിനി എന്ന് പറയുന്നത്. കസാദി ബാംബിനി, അവിടെ അവരുടെ ഓരോ പ്രായത്തിനനുസരിച്ചുമുള്ള അപ്പാരറ്റസ് ആയിരുന്നു അവരെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നെ ടീച്ചറിന്റെ ഡ്യൂട്ടി എന്തായിരുന്നു? ജസ്റ്റ് ഒബ്സർവർ ആയിരുന്നു. ഇത്തരം അപ്പാരറ്റസ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അത് മാത്രമായിരുന്നു ടീച്ചറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് ടീച്ചർ എന്ന് പറയുന്നത് കാട്ടി മാത്രമാണ്. എന്തോ ഒരു വഴികാട്ടി മാത്രമാണ്. നമ്മൾ അവരെ കൂടുതലായിട്ട് അസിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട കാര്യമില്ല. കുട്ടികൾ എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർന്നു വരണം. ഓരോ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്ത് അതിലൂടെ ഓരോ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പഠിച്ചു വരണം. ഓക്കെ, അതായിരുന്നു മോണ്ടിസോറിയുടെ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ സ്പൂൺ ഫീഡിങ് അല്ലായിരുന്നു. നമ്മുടെ സ്കൂളുകളിൽ എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ തരും, ആൻസർ തരും അല്ലേ? അങ്ങനെ ആയിരുന്നില്ലേ നമ്മുടെ സ്കൂളുകളിൽ? മോണ്ടിസോറിയിൽ അങ്ങനെയല്ല. ഓരോ പ്രോബ്ലം അവർ തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. ആ പ്രോബ്ലത്തിന് അവരെടുത്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യണം, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എല്ലാം അവർ സ്വയമായിട്ടാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്തിരുന്നത്. ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങള്? ക്ലിയർ ആണ്. സ്കൂൾ ഓഫ് മോണ്ടിസോറി എന്ന് പറഞ്ഞില്ലേ മിസ്സേ, അത് എന്താണെന്നോട് പറയോ? ഫസ്റ്റ് സ്കൂൾ ഓഫ് മോണ്ടിസോറി, ഫസ്റ്റ് സ്കൂൾ ഓഫ് കസാദി ബാംബിനി. മരിയ മോണ്ടിസോറി ഫസ്റ്റ് ഇൻവെന്റ് ചെയ്ത സ്കൂളായിരുന്നു കസാദി ബാംബിനി. അവിടെ ആയിരുന്നു അവര് ടീച്ചിങ് മെത്തേഡ് ഒക്കെ ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നത് കസാദി ബാംബിനിയിലായിരുന്നു. അവരുടെ ഫസ്റ്റ് സ്കൂളാണ് കസാദി ബാംബിനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മോണ്ടിസോറിയെ കുറിച്ച് എന്താണ് ഈ ക്ലാസ്, എന്താണ് കുറച്ചൊരു ഐഡിയ കിട്ടി അല്ലേ? കിട്ടും ഐഡിയ? ട്രഡീഷണൽ മെത്തേഡും ക്ലാസ് മെത്തേഡും ഇപ്പോൾ മോണ്ടിസോറി ഡിഫറൻസ്. ഓക്കെ, മ്യൂട്ട് ചെയ്യാവോ ശരണ്യ? മ്യൂട്ട് ചെയ്യൂ ശരണ്യ. സോറി മാം. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ലിമി മ്യൂട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ലിമി മ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ചെയ്തോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ മോണ്ടിസോറി എങ്ങനെയാണ്, ക്ലാസ് റൂം എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ട്രഡീഷണൽ മെത്തേഡ്, ആ ട്രഡീഷണൽ ക്ലാസ് റൂം എങ്ങനെയാണ്, ആ ഡിഫറൻസ് മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ ഇത്തരം ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതായത് ലേണിംഗ് ത്രൂ ആക്ടിവിറ്റീസ്. ടീച്ചർ എങ്ങനെയാണ്? ജസ്റ്റ് ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. ഓക്കെ, നമ്മൾ അവർക്ക് കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്താൽ മതി. ധാരാളം അപ്പാരറ്റസ് ഉണ്ട് മോണ്ടിസോറി എൻവയോൺമെന്റിൽ, ധാരാളം അപ്പാരറ്റസ് ഉണ്ട്. ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഏതെങ്കിലും അപ്പാരറ്റസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മോണ്ടിസോറി ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്ന?
ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. യൂട്യൂബിലേക്ക് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് മാം. എന്താണ് അനു? യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് മാം. ഞാന് ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു, അപ്പൊ കണ്ടായിരുന്നു. സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ആ, ഓക്കെ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ ജസ്റ്റ് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കണം. ഓക്കെ, അത് അത്ര അപ്പാരറ്റസ് കാണുന്നത് മോണ്ടിസോറി സ്കൂളുകളിൽ മാത്രമാണ്. ഓക്കെ, എല്ലാ സ്കൂളിലും മോണ്ടിസോറി സ്കൂളുകളിൽ മാത്രമാണ് ഇത്തരം അപ്പാരറ്റസിലൂടെ ടീച്ചിങ് നടത്തുന്നത്. ജസ്റ്റ് ഒന്ന് ഇത് കഴിയുമ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് എനിക്ക് പറഞ്ഞു തന്നെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. അപ്പൊ ഇതൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് ആണെന്ന് പറഞ്ഞു. എന്താണ്, ഇന്ത്യയിലെ മിക്ക സ്കൂളുകളും ഇപ്പോൾ എന്താണ് സ്റ്റിൽ മോണ്ടിസോറി മെത്തേഡ് അല്ലെങ്കിൽ മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം സ്കൂളുകളുണ്ട്. നിങ്ങളുടെ അടുത്തുണ്ടോ ഏതെങ്കിലും സ്കൂളുകള്? അപ്പൊ ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറത്തും ധാരാളം തൊഴിലവസരങ്ങളുള്ള ഒരു മേഖലയാണ് മോണ്ടിസോറി TTC എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടിയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനെപ്പറ്റി? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ജോലി കിട്ടുമോ കിട്ടൂല എന്നൊക്കെ ഉള്ള? നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് ഒരു ജോലി കിട്ടിയിരിക്കും. പ്ലേസ്മെന്റ് ഉള്ള ഒരു നല്ലൊരു മേഖല തന്നെയാണ് മോണ്ടിസോറി TTC എന്ന് പറയുന്നത്. നിങ്ങൾ അത് ഒരു ഡെഡിക്കേഷനോട് കൂടി ഇറങ്ങണം. ഓക്കെ, ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ജോബിംഗ് മേഖലയാണ് എന്ത് നമ്മുടെ ടീം. ഓക്കെ, രേഷ്മ. എന്താ വെച്ചാല് നമുക്ക് ഇതിനൊരു പ്രാക്ടീസ് വേണ്ട. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, അതെല്ലാം പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ വേണമല്ലോ, എന്താണ് മോണ്ടിസോറി ക്ലാസ് റൂം എന്നൊരു ഐഡിയ കിട്ടണ്ടേ? അല്ല, ഞാൻ ചോദിച്ചു നമുക്ക് ഈ ഓൺലൈൻ ആകുമ്പോ അതിനൊരു ഇതുണ്ടോന്ന് അറിയാനായിരുന്നു. എന്തോ ഓൺലൈൻ ക്ലാസ് വഴിയാകുമ്പോ അത് കിട്ടുമോന്നറിയാം. അതൊക്കെ പറഞ്ഞുതരാം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്റെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SSLC ബേസിക് ആയതുകൊണ്ട് പ്ലേസ്മെന്റ് പേടിയ ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പൊ SSLC +2 കഴിഞ്ഞ ഒരു ഡിപ്ലോമ കോഴ്സ് അല്ലേ എടുത്തിരിക്കുന്നത്? അതെ. PG ഗ്രാജുവേറ്റ് ആണ്, PG എടുത്തിരിക്കുന്നത് അല്ലേ? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ മോണ്ടിസോറി, റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സ്കൂളുകളിൽ ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മ്യൂട്ട് ചെയ്യാവോ? പുഷ്പ മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, ഓരോരുത്തരും ക്ലിയർ ആവുന്നില്ല. പുഷ്പ പ്ലീസ് മ്യൂട്ട്. ഓക്കെ, ഇല്ലട മ്യൂട്ട് ആയിട്ടില്ല. മൈക്ക് ഓഫ് ചെയ്യാമോ? ഓക്കെ, എന്താണ് സ്നേഹയുടെ ഡൗട്ട് എന്തായിരുന്നു? മാഡം പ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞില്ല. അപ്പൊ ഞാൻ സ്റ്റേ ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുമോ? എല്ലായിടത്തും പ്ലേസ്മെന്റ് കിട്ടുന്നതാണ്. അതിനു മുമ്പ് ഞാൻ ഇതിന്റെ സിലബസിനെ കുറിച്ച് ഡിപ്ലോമ മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, പുഷ്പയുടെ മ്യൂട്ട് ആയിട്ടില്ല കേട്ടോ പുഷ്പ. ഓക്കെ, അപ്പോ ഡിപ്ലോമക്കാർക്ക് ഒരു 3 മൊഡ്യൂൾ ആണ് നിങ്ങൾക്ക് സിലബസിലുള്ളത്. PGക്കാർക്ക് ഒരു എക്സ്ട്രാ 2 മൊഡ്യൂളും കൂടി എക്സ്ട്രാ ഉണ്ട്, അതും കൂടി പഠിക്കണം. PGക്കാർ പഠിക്കുമ്പോൾ അതുകൂടി പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പൊ ഡിപ്ലോമക്കാർക്ക് 3 മൊഡ്യൂൾ ആണുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളില് നിങ്ങൾക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ പാർട്ട് 4 വരെ ഉണ്ട് ഫസ്റ്റ് മൊഡ്യൂളില്. ആ പാർട്ട് 1 8 ചാപ്റ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ് ഓൺ വേർഡ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ ക്ലാസ് റൂമിൽ അയച്ചു തരുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതിന്റെ മെറ്റീരിയൽസ്, ഇതിന്റെ PDF നോട്ട്സ് ഒക്കെ ടെക്സ്റ്റിന്റെ PDF എല്ലാം ക്ലാസ് റൂമിൽ അയച്ചു തരുന്നതായിരിക്കും. ഇനി ക്ലാസ് എടുക്കുന്ന ടൈമിൽ എങ്ങനെയാണ് നമ്മുടെ സാധാരണ ട്രഡീഷണൽ രീതിയെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഒരുമിച്ചായിരിക്കും ക്ലാസ് ലീഡ് ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുക്കുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ്
അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ്, അതുമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാം. ഓക്കെ മാം, അതായത് പി ജിക്കാർക്ക് സെപ്പറേറ്റ് 2 സബ്ജക്ട് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? അത് സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ പഠിക്കുവോ അതോ ലാസ്റ്റ് ആണോ ഞങ്ങൾക്ക് ഉണ്ടാവുക? ലാസ്റ്റ് 2 മൊഡ്യൂൾ എക്സ്ട്രാ നിങ്ങൾക്കുണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ, ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എങ്ങനെയാണ് ഒരുമിച്ചാണ് ക്ലാസ്സുകൾ ഒരുമിച്ചായിരിക്കും പഠിക്കുന്നത്. ഡിപ്ലോമക്കാർക്കും അല്ലെങ്കിൽ പി ജിക്കാർക്കും ഒരുമിച്ചായിരിക്കും ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, പിന്നീട് രണ്ടും ഡിപ്ലോമയും പി ജിയും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരുമോ? 2 സർട്ടിഫിക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരുമോ? ഡിപ്ലോമയും പി ജി ഡിപ്ലോമയും തമ്മിലുള്ള ഡിഫറൻസും 2 സർട്ടിഫിക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരുമോ? ഓക്കെ, ഇപ്പൊ നമുക്കറിയാം പി ജിക്കാർക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, പി ജി ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ പി ജി സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ്സ് ഉണ്ട്. ഇറ്റ് ഡിപ്പെൻസ് ആണ്, നിങ്ങൾ ഏത് സ്കൂളിലാണോ പോകുന്നത് അവര് പ്രിഫർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അവര് പി ജിക്കാർക്കാണ് കുറച്ചുകൂടി ചാൻസ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ പി ജിക്കാരെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. ഇതിന് നമുക്കറിയാം ഇതിന് പ്രാക്ടീസ് സെഷൻ ഉണ്ട്. ഓക്കെ, തിയറി ഒരു 10 month കോഴ്സാണ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ 10 month കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷൻ ഉണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരണമല്ലോ. നമ്മളൊരു സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചാലും നമ്മൾ ഇതിന്റെ ഗിയർ അല്ലെങ്കിൽ അതിന്റെ ആക്സിലറേറ്റർ അല്ലെങ്കിൽ ബ്രേക്ക് ഒക്കെ പഠിച്ചു. നമ്മളിനി റോഡിൽ ഇറങ്ങണ്ടേ അതുമായിട്ട് ബാലൻസ് ചെയ്യാൻ പഠിക്കണ്ടേ? പിന്നെ ധാരാളം ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. ആ സ്കൂട്ടിയുമായിട്ട് പോകുമ്പോൾ ധാരാളം ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. ആ ഓരോ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് ചെയ്യണം. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? അതിന് ഈ പ്രാക്ടിക്കൽ സെഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ പ്രാക്ടീസ്, ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ട്രെയിനിങ്ങിന് വേണ്ടിയാണ് ഒരു സ്കൂളിൽ പോയത്. ഓക്കെ, അപ്പോ ഫോർച്ചുനേറ്റ്ലി എനിക്ക് അവിടെ തന്നെ പ്ലേസ്മെന്റ് കിട്ടി. അപ്പൊ നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ആ സ്കൂളിൽ തന്നെ, നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്ന സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഓരോ സബ്ജക്ട്, ഓരോ കാര്യങ്ങൾ കുട്ടികളെ പഠിക്കുമ്പോഴും ഓരോ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ നമുക്ക് എല്ലാ തിയറി ബേസ് നമുക്ക് ഇങ്ങനെ ക്ലാസ് റൂമിൽ നിന്ന് ലഭിക്കും. പക്ഷെ നമുക്ക് കുട്ടികളെ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരണമെങ്കിൽ, ഇത്തരം പഠിച്ച കാര്യങ്ങളെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണമെങ്കിൽ, ഒരു കുട്ടികളെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൽ തന്നെ പോകണം, വേണ്ടേ? പി ജി സ്റ്റുഡൻസ് 4th വരെയാണ് മിക്ക സ്കൂളുകളിലും. ഓക്കെ, നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. മാം, പിന്നെ ഞാൻ ഓൾറെഡി BEd എൻ്റെ ഉണ്ട്. അപ്പൊ അതിന്റെ പുറമെയാണ് ഞാൻ ഡിപ്ലോമ എടുത്തിട്ടുള്ളത്. PG ഡിപ്ലോമ അല്ല എടുത്തിട്ടുള്ളത്. അപ്പോ ഒന്നുകൂടി നല്ലത് PG ഡിപ്ലോമ ആയിരിക്കുമോ? PG ഞാൻ ഡിപ്ലോമ BEd പഠിച്ച ആളാണ്. PG ഡിപ്ലോമയാണ് അഞ്ജലി നല്ലത്. അപ്പൊ ഇനിയിപ്പോ അതിലേക്ക് മാറാൻ പറ്റുമോ? ഞാൻ ഫുൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിപ്ലോമയുടെ. അതൊന്ന് ചോദിച്ചാൽ മതി സാറിനോട്. ഓക്കെ മാം, അതായത് നമ്മുടെ ടീച്ച് ചെയ്യുന്ന സ്റ്റൈല് നോക്കിയിട്ട് നമുക്ക് 7th വരെ പറ്റുന്നോ? പറ്റും. ചില സ്കൂളുകളിൽ 7th വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, മെയിൻലി ആക്ച്വലി 4th വരെയാണ് നമുക്കുള്ളത്. ഓക്കെ, നമ്മുടെ ലെസൺ പ്ലാനും ബാക്കി 7th സ്റ്റാൻഡേർഡ് എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടി 7th ഇപ്പൊ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ലെസൺ പ്ലാനും കാര്യങ്ങളും എങ്ങനെയാ? എന്തോ ലെസൺ പ്ലാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷനിൽ പോകുമ്പോൾ നിങ്ങൾ ഓൾറെഡി തിയറി ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു ക്ലാസ് റൂം ഹാൻഡിൽ ചെയ്യേണ്ടത്, കുട്ടികൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെയാണ് അവിടെ പെർഫോം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഈ തിയറി പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു എൻഡ് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രാക്ടീസ് സെഷന് പോകുമ്പോൾ ബെറ്റർ ഇങ്ങനത്തെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇത്തരം ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇപ്പൊ നമ്മളറിയാം BEd ചെയ്തത് അഞ്ജലി അല്ലേ, ഇപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് അതിലും ചെയ്യാനുണ്ട്. ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ട്. അത് ഞാൻ ഇവിടെ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് നിയർ ബൈ ആയിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. മെയിൻലി ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള, നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ ഒരു സ്കൂൾ സെലക്ട് ചെയ്യുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആ കൺവീനിയൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾക്ക് അടുത്താണെങ്കിൽ അത്രയും എളുപ്പമാണ് പോയി വരാനായിട്ട്. ഫോർച്ചുനേറ്റ്ലി ഇപ്പൊ എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്റെ വീട് പറവൂരായിരുന്നു. അവിടെ നിന്നാണ് ഞാനിത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ പ്രാക്ടീസ് സെഷനൊക്കെ പോയത് അവിടെ നിന്നായിരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷം ഇവിടെ ആലുവയിൽ സെറ്റിൽഡ് ആണ്. അപ്പൊ എനിക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്.
ഓക്കെ. നിങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ലൊക്കാലിറ്റിയിലുള്ള സ്കൂൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും. അതപ്പോ ഞങ്ങൾ അവിടെ അവരുടെ സാങ്ഷൻ തരുവോ? എന്തോ ഇവിടെ നിന്ന് ഒരു ഓഫർ ലെറ്റർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുമായിട്ട് നിങ്ങൾക്ക് സ്കൂളുകളിൽ പോകാവുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. മാം, നമുക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അവര് കൂടുതൽ നോക്കുവോ? അതനുസരിച്ചാണ് നമ്മുടെ ജോലി. ഒക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നോക്കും. അപ്പൊ നമ്മുടെ ഈ ബേസിക് ഞാൻ പറഞ്ഞല്ലോ PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞല്ലോ. ആ PDFന്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ഓക്കെ, എന്റെ മീഡിയം ഇംഗ്ലീഷ് ആണ്. പക്ഷെ നമുക്കറിയാം ഇതിൽ പലവരും എങ്ങനെയാണ് വലിയൊരു ഗ്യാപ്പിന് ശേഷം അല്ലെങ്കിൽ മാരേജിന് ശേഷം ഒക്കെ ഇതിൽ ജോയിൻ ചെയ്തവരുണ്ടായിരിക്കും അല്ലേ? അങ്ങനെയുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലാസ് റൂം നമുക്ക് മലയാളം മീഡിയത്തിൽ എടുക്കാമെങ്കിലും നിങ്ങൾ അതിനോടുകൂടി തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പൊ സബ്ജക്ട് വിട്ടിട്ട് 10-15 വർഷം ആയവർ വരെ ഉണ്ട്. അതെ, വീട്ടമ്മമാരായിരിക്കും, ഹൗസ് വൈഫ് എന്ന ലേബലിൽ പോലുള്ളവരായിരിക്കും ജോലി ചെയ്യുന്നത് അല്ലെ, ജോബിലോട്ട് വന്നിരിക്കുന്നത്. BEd കഴിഞ്ഞിട്ട് ഇപ്പൊ 2009 കഴിഞ്ഞതാണ്. പിന്നെ കുറച്ച് സ്കൂളിലൊക്കെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ വലിയൊരു ബ്രേക്കാണ് വന്നേക്കണത്. അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് അഡ്ജസ്റ്റഡ് ആകാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് എന്താണ് ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യാം. ഒരു ഉണ്ടാകും അല്ലേ? എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് ജോബ് കിട്ടാൻ ഇങ്ങനെ താമസം ഉണ്ടാവും. എക്സ്പീരിയൻസ് കുറവാണ്, എക്സ്പീരിയൻസ് ഒട്ടും ഇല്ലെങ്കിൽ ഫ്രഷേഴ്സിനെ എല്ലാരും ചോദിക്കുന്നത് 1 വർഷം 2 വർഷം എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയൊരു അവിടെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ, പ്രാക്ടീസ് നമ്മൾ ട്രെയിനിങ്ങിന് പോകല അവിടെ ഇമ്പോർട്ടന്റ്. അവിടെ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ ട്രെയിനിങ്ങിന്റെ അല്ലെങ്കിൽ എന്താണ് ആ ഫ്രഷേഴ്സ് എന്നുള്ളൊരു പ്രോബ്ലം വരുന്നില്ല. ഓക്കെ, നന്നായിട്ട് അവിടെ പെർഫോം ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പ്ലേസ്മെന്റ് കിട്ടുന്നതാണ്. എന്റെ സ്വന്തം ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നന്നായിട്ട് അവിടെ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഈ തിയറി ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ. ഗുഡ് മോർണിംഗ് മാം. ഹലോ മാം, എന്റെ പേര് നീതുവാണ് മാം. ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ മാം ടീച്ചിങ് വേറെ പ്രാക്ടീസിന് പോകേണ്ട കാര്യമുണ്ടോ? KG സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. കോഴ്സിൽ ഇത് കമ്പൽസറി അല്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇത് കമ്പൽസറി അല്ല ട്രെയിനിങ് എന്ന് പറഞ്ഞത്. പക്ഷെ ബെനിഫിറ്റ് കുറച്ച് കൂടുതലാണ്. ട്രെയിനിങ് ഒരു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പം ഞാൻ ഈ പ്രത്യേകിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും തരും. ഓക്കെ നോ പ്രോബ്ലം ചെയ്തു. അതുപോലെ മാം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, മറ്റേ നമുക്ക് ഈ നേഴ്സറി ട്രെയിനിങ്ങിന്റെ പോകുന്ന പോലെ തന്നെ ഇതിനകത്ത് വർക്കും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്ത് കാണിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ കോഴ്സിന്? നമുക്ക് ആക്ടിവിറ്റീസുകൾ ഉണ്ട്, അസൈൻമെന്റ്സ് ഉണ്ട്, ഇന്റേണൽ മാർക്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിലും ആക്ടിവിറ്റീസ് തരും, അസൈൻമെന്റ്സ് തരും, റെക്കോർഡ് ഉണ്ട് ഇതിന്. ഓക്കെ, റെക്കോർഡ് ബുക്ക് നമ്മൾ കീപ്പ് ചെയ്യണം. ഓരോ ആക്ടിവിറ്റീസും ഓരോ സബ്ജക്ട് ഓരോ ടോപ്പിക് തരുമ്പോൾ അതിനനുസരിച്ചുള്ള റെക്കോർഡുകൾ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതാണ്. അസൈൻമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അസൈൻമെന്റ്സ് ടോപ്പിക് നൽകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ മാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് നമ്പറിലാണ് മാമിനെ കോൺടാക്ട് ചെയ്യണോ അതോ എന്താ ചെയ്യേണ്ടത്? തന്നിട്ടുണ്ടായിരിക്കും അല്ലെ, ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ടായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാറിന്റെ നമ്പർ തന്നിട്ടുണ്ടായിരിക്കും, വിളിച്ചു ചോദിക്കാവുന്നതാണ്. ഓക്കെ മാം, ശരി, താങ്ക് യു. ഇത്തരം ആക്ടിവിറ്റീസ് ജസ്റ്റ് നമ്മൾ എന്താണ് ട്രഡീഷണൽ മെത്തേഡിൽ ഫോളോ ചെയ്തിരുന്ന പോലെ ജസ്റ്റ് തിയറി കാണാതെ പഠിക്കുകയല്ല ചെയ്യുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ധാരാളം ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ പറയുകയാണ്, ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആണ്. ഓക്കെ, ക്രിയേറ്റിവിറ്റി ആണ് ഇതിൽ മെയിൻ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ആക്ടിവിറ്റി കൊണ്ടുവരാൻ പറഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അതിലേക്ക് മാർക്ക് ഉണ്ട്, ഇന്റേണൽ മാർക്സ് ഉണ്ട്. നമ്മുടെ എക്സാമിന്റെ മാർക്ക് എത്രയിലാണ്? അത് എങ്ങനെയാണ് എക്സാമിന് അതിന്റെ രീതി? 100-ലാണെന്ന് തോന്നുന്നു. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാട്ടോ അതിന്റെ ഡീറ്റെയിൽസ്. പ്രാക്ടിക്കൽസ് അവൈലബിൾ ആണോ ഈ സെന്ററിൽ? എന്താണ് പ്രാക്ടിക്കൽസ് അവൈലബിൾ ആണോ ഈ സെന്ററിൽ? നിങ്ങൾ സ്കൂളിൽ തന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒക്കെ നെക്സ്റ്റ് നിങ്ങളുടെ അടുത്തുള്ള ലൊക്കാലിറ്റിയിലുള്ള ഒരു സ്കൂളിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൺലൈൻ അല്ല മെയിനായിട്ട് നടക്കുന്നത്, ഓൺലൈൻ ആണല്ലോ, ത്രൂ ഓൺലൈൻ ആണല്ലോ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് PDF അല്ല നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് റൂമിലൂടെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഫുള്ളി ഓൺലൈൻ തന്നെയല്ലേ? ഫുൾ ഓൺലൈൻ തന്നെയല്ലേ?
ഫുൾ ഓൺലൈൻ ആയിരിക്കും. ഈ PG യുടെ ഈ ഡിപ്ലോമ എത്ര മാസത്തേക്കാണ് കറക്റ്റ് അത്? ആക്ച്വലി 1 year കോഴ്സ് അല്ലേ ഇത്? അല്ല, അപ്പൊ പ്രാക്ടിക്കൽ കൂടി ചേർത്താണോ? 10 month നിങ്ങളുടെ 10 monthനുള്ളിൽ നിങ്ങളുടെ തിയറി സെക്ഷൻസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് 2 months നിങ്ങൾക്ക് ഇങ്ങനെ അസൈൻമെന്റ്സ് അല്ലെങ്കിൽ എന്താണ് പ്രാക്ടീസ് ട്രെയിനിങ്ങിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എക്സാം ഒക്കെ ആ പീരീഡിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ മാം പറഞ്ഞോളൂ. ഈ 10 monthsനുള്ളിൽ തന്നെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടോ? അങ്ങനെയുണ്ടോ? 10 months തിയറി സെഷൻ ആണ് കംപ്ലീറ്റ് ആവുന്നത്. ആഫ്റ്റർ 10 months 10 monthന് ശേഷം നിങ്ങൾക്ക് ഒരു 2 months 1 month ഒക്കെ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാവുന്നതാണ് സ്കൂളുകളിൽ. പുറത്തുള്ളത് അതാ ചോദിച്ചത്, വേറെ മാം ഈ എക്സാം ഒക്കെ ഓൺലൈൻ ആയിട്ട് തന്നെയാണോ? എക്സാംസ് ഒക്കെ ഓൺലൈൻ ആയിരിക്കും. പിന്നെ സർട്ടിഫിക്കറ്റ് ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഏതെങ്കിലും സ്കൂളിലേക്ക് ഓഫർ ലെറ്റർ വെച്ചിട്ട് കയറാൻ പറ്റുമോ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെയാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വേണ്ടേ സ്കൂളിൽ പോകുന്നതിന്? അതന്നെ, ഓഫർ ലെറ്റർ വെച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് കോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഓഫർ ലെറ്റർ വെച്ചിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ. നമ്മൾ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഓഫർ ലെറ്റർ ഓഫീസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുമായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകുന്നതാണ്. ഓക്കെ, ട്രെയിനിങ് പീരീഡിൽ മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ട്രെയിനിങ്ങിന് പോകുമ്പോഴാണ് ഓഫർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യാറ്. മാം ഡെയിലി ക്ലാസ് ഈ സമയത്ത് തന്നെയായിരിക്കുമോ? എത്ര മണിക്കൂർ ഉണ്ടാവും? എന്തോ ഡെയിലി ക്ലാസ് ഈ സമയത്ത് തന്നെയായിരിക്കുമോ? ടൈം ടേബിൾ ഒക്കെ അയച്ചായിരുന്നോ? നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് പറഞ്ഞത്? എങ്ങനെയാണ് ഇൻഫോർമേഷൻ ലഭിച്ചിരിക്കുന്നത്? 25-ാം തീയതി ക്ലാസ് തുടങ്ങുമെന്നാ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇന്നത്തെ ലിങ്ക് അയച്ചു തന്നായിരുന്നു. എന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ്? 25-ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 25 ഓൺവേർഡ്സ് ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോ അല്ല മാം, ഡെയിലി എത്ര അവർ ഉണ്ടാവും ക്ലാസ്? അതൊന്നും പറഞ്ഞിട്ടില്ല. ക്ലാസ് ഡെയിലി 1 hour ആയിരിക്കും ക്ലാസ്. ഓക്കെ, താങ്ക്സ്. മിസ്, നമുക്ക് അപ്പൊ ഏതെങ്കിലും ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് കിട്ടോ? ഇപ്പൊ ചില ജോലികൾക്കിടയിൽ കോഴ്സ് ചെയ്യുന്നവരുണ്ടായിരിക്കും അല്ലെ? ചിലപ്പോ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം, ചിലപ്പോ പ്രോബ്ലം കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് റെക്കോർഡഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. അത് ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ലഭിക്കുന്നതാണ്. അത് ജസ്റ്റ് വാച്ച് ചെയ്യാം. എന്തോ ക്ലിയർ ആവുന്നില്ല. ആരെങ്കിലും ഒരാൾ ചോദിക്കും, നീതു സാറ്റർഡേ സൺഡേ ഒക്കെ ക്ലാസ് ഉണ്ടായിരിക്കുമോ? ഇല്ല, മൺഡേ ടു ഫ്രൈഡേ ഡെയിലി 1 hour ക്ലാസ്. അപ്പൊ ക്ലാസ്സിൽ വരുന്നതിന് മുൻപ് ഓരോ ടീച്ചേഴ്സും ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക് തരുമല്ലോ, ഏത് ചാപ്റ്റർ ആണ് എടുക്കുന്നത് അതിന്റെ PDF നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരിക്കും. അതിന്റെ പ്രിന്റുമായിട്ട് വേണം ക്ലാസ്സിൽ വരാനായിട്ട്. ഓക്കെ, പിന്നെ ഒരു നോട്ട്ബുക്ക് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ എക്സ്ട്രാ പോയിന്റ്സുകൾ പറയുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യും. എല്ലാവരുടെ ഒരു ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുമല്ലോ. അപ്പൊ ഈ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സുകൾ ആ നോട്ട്ബുക്കിൽ റൈറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ ബുക്ക് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഒരു നോട്ട് ബുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. കൂടാതെ റെക്കോർഡ് ബുക്ക് നിങ്ങൾ വാങ്ങിക്കേണ്ടതാണ്. അസൈൻമെന്റ്സ് ഇതേപോലെയുള്ള ചാർട്ടുകളിലെ ആക്ടിവിറ്റീസ് തരും. അപ്പൊ ഇത്ര ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതിനെല്ലാം മാർക്സ് ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ചിലപ്പോൾ ആക്ഷൻ സോങ് ആയിരിക്കും ഒരു ആക്ടിവിറ്റി തന്നാല്. ബിഫോർ ദാറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ പഠിപ്പിക്കുന്ന ഈ മോണ്ടിസോറി ടീച്ചേഴ്സ് അറ്റ്ലീസ്റ്റ് ഒരു 20+ റൈംസ് എങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഞാനൊക്കെ പഠിച്ച ടൈമിൽ 40+ ആയിരുന്നു. അപ്പൊ അത്രയും ഞാൻ പറയുന്നത് 20+ റൈംസ് എങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കുട്ടികളെ ഇൻട്രസ്റ്റ് ചെയ്യണം. അവര് ത്രൂ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ത്രൂ റൈംസിലൂടെ കുറെ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് അതിന് മാർക്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ റൈംസ് പഠിക്കുമ്പോൾ അത് മലയാളം ഇംഗ്ലീഷ് മിക്സ് മതിയോ അതോ ഇന്നൊരു ലാംഗ്വേജ് വരുന്നുണ്ടോ? മെയിൻ മീഡിയ എന്ന് പറഞ്ഞു അല്ലേ, ഇപ്പൊ ഇംഗ്ലീഷിലുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ കല? ഓക്കെ.
കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള, അവരെ ക്യാച്ച് ചെയ്യാൻ, അവിടെ പിടിച്ചിരുത്താൻ കഴിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, പുതിയൊരു സാധാരണ ഒരു ജോണിയസ് പപ്പ അതേപോലുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള റൈംസുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. കുഴപ്പമുണ്ടോ? സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ല, വെരി ഗുഡ്. സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോ ഇത്തരം ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യണം. പിന്നെന്താണ്, റൈംസുകൾ. ഇപ്പൊ ഞാൻ പറയാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കുമ്പോൾ ഇന്ന ആളൊരു റൈം പാടാൻ പറയുമ്പോൾ, ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ പറയുമ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലാവാം, അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് പറയരുത്. അതിനു വേണ്ടിയാണ് മുൻകൂട്ടി ഞാൻ പറഞ്ഞത്, ഒരു 20+ റൈംസ് എങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാൻ +2 കഴിഞ്ഞതാണ്. അപ്പൊ +2 കഴിഞ്ഞവർക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാല് ഡിപ്ലോമ TTC അല്ലേ ചെയ്യുന്നത്? പേടിക്കേണ്ട. നിങ്ങൾക്ക് സ്കൂളുകളിൽ എന്താണ് ജോബ് വേക്കൻസി ഉള്ളപ്പോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, പേടിക്കണ്ട കേട്ടോ. +2 കഴിഞ്ഞാൽ നമ്മൾ ഡിപ്ലോമ കോഴ്സ് നിങ്ങൾക്ക് ട്രെയിനിങ് സെഷൻ, നിങ്ങൾ വെരി ഇമ്പോർട്ടന്റ് ആണ് ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രെയിനിങ് പീരീഡിൽ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയാൽ വേറെ സ്കൂളുകൾ ആഫ്റ്റർ ഈ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് വേറെ സ്കൂളുകൾ അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. നാളെ മുതൽ 10:30 തന്നെയായിരിക്കുമോ ക്ലാസ്? ഡെയിലി 10:30 തന്നെയായിരിക്കും ഇനി? 10:30 ഇൻഫോം ചെയ്തിരിക്കുന്നത്. നിങ്ങളെ ഒന്നുകൂടി ഇൻഫോം ചെയ്യുന്നതായിരിക്കും ഓഫീസിൽ നിന്ന്. ഓക്കെ. അതുപോലെ കനേഡിയൻ സർട്ടിഫിക്കറ്റിന്റെ ഒരു ഇതില്ലേ, അതിനെ കുറിച്ച് കൂടെ ഒന്ന് സംസാരിക്കാവോ? അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. സാറിനെ കോണ്ടാക്ട് ചെയ്ത് സാറ് പറഞ്ഞുതരും അതുമായിട്ട്. ഓക്കെ. ഇടാൻ പറയോ സാറിനോട്? എന്തോ? ആ കാനഡിയൻ സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഇടാൻ പറയോ? പറയാട്ടോ. മാം, കനേഡിയൻ സർട്ടിഫിക്കറ്റ് ഓപ്ഷണൽ ആണ്. അത് വേണ്ടവര് ലാസ്റ്റ് എന്തോ 1200 പേ ചെയ്താൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞേ സാർ അവിടെ പറഞ്ഞത്. അപ്പൊ ഡീറ്റെയിൽസ് പറയാം സാറിനോട്ട്. ഓക്കെ, സെൻഡ് ചെയ്യാൻ പറയാട്ടോ. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് എന്താണ്, ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു പാർട്ട് 4 ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് പാർട്ടില് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്തും ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് വരുമ്പോ ആ PDF നിങ്ങൾ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്, ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളിലൂടെയാണ്, നിങ്ങളുടെ ഒപ്പീനിയൻസിലൂടെയാണ് നമ്മുടെ ക്ലാസ് ലീഡ് ചെയ്തു പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ബന്ധപ്പെട്ട എല്ലാ ഒപ്പീനിയൻസും എല്ലാ കാര്യങ്ങളും നിങ്ങളും ഷെയർ ചെയ്യണം. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റീവ് സ്റ്റഡി അല്ല, ലേണിംഗ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. തിമാറ്റിക്കൽ ലേണിംഗ് പ്രോസസ് ആണ്. എന്തായിരുന്നു ശ്വേതയ്ക്ക് എന്തായിരുന്നു ഡൗട്ട്? ശ്വേത മാം, നാളത്തേക്കുള്ള PDF അപ്പൊ ഇന്ന് തന്നെ അയച്ചിടുവോ? അയച്ചിടും. നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ ഇന്ന് അയച്ചിടുന്നതായിരിക്കും. ഓക്കെ. നാളെ അപ്പൊ നമുക്ക് ഓൺലൈൻ ക്ലാസ് നാളത്തേക്കുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് പ്രിന്റ് എടുത്ത് വെക്കണോ? എഴുതണോ? പ്രിന്റ് എടുത്ത് വെച്ചാൽ സ്ക്രീൻ ഷെയർ ചെയ്യും. ഓക്കെ, ക്ലാസ്സിൽ സ്ക്രീൻ ഷെയർ ചെയ്യും. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു ഹാർഡ് കോപ്പി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും, ഈസി ആയിരിക്കും. ഓൺലൈൻ കയറാൻ പറ്റാത്തവർക്കാണെങ്കിൽ ആ സമയത്ത് എങ്ങനെ പറ്റും? റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇപ്പൊ ക്ലാസ്സിൽ ഓൺലൈനിൽ കയറാൻ പറ്റാത്തവർക്ക് എന്താണ്, നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഇതിന്റെ കിട്ടും. ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതിൽ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യത്തെ ക്ലാസ് റൂമിൽ തന്നെ ആയിരിക്കും ഇടുന്നത്. അപ്പൊ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ്സസ് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. ആ ഒരു ക്ലാസ് ഫിക്സ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ എന്താണ് ഒരു കണ്ടിന്യൂറ്റി ലഭിക്കില്ല. ക്ലാസ് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ടും ഒരു ക്ലാസ് സ്കിപ്പ് ആയാല് അല്ലെങ്കിൽ മിസ് ആയാലും നിങ്ങൾ എന്തായാലും റെക്കോർഡ് ക്ലാസ്സസ് വാച്ച് ചെയ്യണം. അതിനുശേഷം മാത്രമായിരിക്കണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരേണ്ടത്. ഈ റെക്കോർഡ് ക്ലാസ് എപ്പോഴും അതിനകത്ത് തന്നെ കിടക്കുമല്ലോ, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും റെഫർ ചെയ്യാമല്ലോ. ഓക്കെ, ഏത് സമയത്ത് കാണാമെന്നും കരുതി ഇങ്ങനെ കൂട്ടി വെക്കരുത് കേട്ടോ. ലാസ്റ്റ് ഇതൊരു ബണ്ടിലായി ഒരു ഭാരമായിട്ട് മാറും നിങ്ങൾക്ക് അത് കണ്ടു തീർക്കാനായിട്ട്. 1 hour ആണല്ലോ നമ്മുടെ ക്ലാസ്. ഈ റെക്കോർഡ് ബുക്ക് എവിടുന്ന് വാങ്ങിക്കണേ മാം? ക്ലാസ് വിട്ട് പോകുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. മ്യൂട്ട് ചെയ്യാവോ എല്ലാവരും? ഒരാള് ചോദിക്കും. അപ്പൊ റെക്കോർഡ് ക്ലാസ് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് എക്സാം മിസ്സായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റുമോ? നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പോസിറ്റീവ്
അല്ലല്ല അതുകൊണ്ടല്ല, എനിക്ക് ചിലപ്പോൾ എബ്രോഡ് വരെ ഒന്ന് പോകേണ്ടി വന്നാൽ ചിലപ്പോൾ ഇൻ കേസ് അങ്ങനെ സംഭവിച്ചേക്കാം, അതുകൊണ്ടാണ് ചോദിച്ചത്. ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അപ്പൊ സാർ മറ്റേ കനേഡിയന്റെ പറയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ താങ്ക് യു. ഈ റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ മാം? അത് എവിടെന്നാ വാങ്ങിക്കുന്നത്? റെക്കോർഡ് ബുക്ക് ആക്ച്വലി ഞാൻ എടുത്തു വെച്ചിട്ടില്ല, മറന്നുപോയി. അത് നമുക്ക് ക്ലാസ്സിൽ നമ്മൾ കോളേജ് ടൈമിൽ അല്ലെങ്കിൽ പ്ലസ് ടുവിനൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് എനിക്ക് കാണിച്ചു തരാനായിട്ട് അത് ഒരു സൈഡില് വരയിട്ടതും ഒരു സൈഡില് വരയില്ലാത്തതും അങ്ങനത്തെ ബുക്കല്ലേ? ഇത് ഇത്തരത്തിലുള്ള ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പോലെ ഇരിക്കുന്ന റെക്കോർഡ് ബുക്ക് കണ്ടിട്ടില്ലേ? കുറച്ച് ഈ പുറം ഭാഗം കുറച്ച് ഈ ബൈൻഡ് ചെയ്ത സൈസ് ആണോ? ബൈൻഡ് ചെയ്ത മോഡൽസ് ആണോ? ബൈൻഡ് ചെയ്ത സ്ട്രൈപ്സ് തന്നെയുള്ള ബുക്കാണോ? ക്ലിയർ ആയില്ലടാ, എന്താ സൈന? ബൈൻഡ് ചെയ്ത ബുക്ക് മോഡൽ തന്നെയാണോ? നമ്മ ബൈൻഡ് ചെയ്ത് വലിയ ബുക്ക് വരത്തില്ലേ, ആ മോഡൽ? ഞാൻ നെക്സ്റ്റ് മോഡൽ കാണിച്ചു തരാം. ഓക്കെ മിസ്. എന്നിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി. അപ്പൊ റെക്കോർഡ് അത് കീപ്പ് ചെയ്ത് വെക്കണം, അത് സെൻഡ് ചെയ്യണം. ഓക്കെ, ഓരോ ആക്ടിവിറ്റീസ് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പോലെയുള്ള ആ മോഡൽ അല്ലേ? ഒരു സൈഡിൽ വരയ്ക്കേണ്ടതും പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ലൈൻസ് ആയിട്ടുള്ളത്. അതെ, ദൃശ്യാന്ത് തന്നെ, അതാണ് റെക്കോർഡ് ബുക്ക്. മാം എന്റെ പ്ലസ് ടുവിന്റെ റെക്കോർഡ് ഇരിക്കേണ്ടത് മോഡൽ കാണിച്ചാൽ മതിയോ? ഒന്ന് കാണിക്കാവോ അഫ്ന? അഫ്ന, ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ആ പേജ് ഒന്ന് ഓപ്പൺ ചെയ്യാവോടാ? ഓപ്പൺ ചെയ്യാവോ? എടാ ഇത് അഫ്രയല്ലേ? അഫ്ന അഫ്ന അഫ്ന. അതെ മാം പറഞ്ഞു. അതെ, അഫ്ന കാണിക്കാം. ഇതാണ് റെക്കോർഡ് ബുക്ക്. ഓക്കെ, ഇങ്ങനത്തെ ബുക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഓക്കെ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇല്ല, ഒന്നും കൂടി ഒന്ന് കാണിക്കാം മാഡം, കണ്ടില്ല. ഞാൻ ഒന്നും കൂടി കാണിക്കാവോ അഫ്ന? മാം ഓരോ ക്ലാസ് കഴിയുമ്പോ റെക്കോർഡ് ഉണ്ടോ? ഓരോ ക്ലാസ് കഴിയുമ്പോ ഉണ്ടായിരിക്കല്ലോ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോ. ഓക്കെ, ഈ റെക്കോർഡ് ബുക്ക് എവിടെയാ കിട്ടണേ മാഡം? എല്ലാ ബുക്ക് സ്റ്റോളിലും കിട്ടുന്നതാണ് അല്ലേ? ബുക്ക് സ്റ്റോളുകളിലും ഉള്ളതാണ് റെക്കോർഡ് ബുക്ക്. മോഡൽ ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് ക്ലാസ്സിൽ. എന്തോ അൺറൂൾഡ് ആയിട്ടുള്ളതല്ലേ വേണ്ടത്? അതെങ്ങനെ നിങ്ങൾ ഡിപ്പെൻസ് ആണ്, നിങ്ങൾക്ക് എഴുതാൻ ഏതാണോ സ്യൂട്ട് ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യാം. ഓക്കെ, എല്ലാ ബുക്ക് ഷോപ്പിലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ പുറകിലേക്ക് വരുമ്പോ വരയിട്ടതും ഉണ്ട് ഇടാത്തതും ഉണ്ട്. നമുക്ക് ഈ റെക്കോർഡിന്റെ പേപ്പർ കിട്ടില്ല. പേപ്പർ വാങ്ങിച്ചു ഓരോന്ന് ചെയ്ത് ലാസ്റ്റ് സ്പൈറൽ ബൈൻഡ് പോലെ ചെയ്താലും പോരെ? മതി, പക്ഷെ ഇത് കീപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പേപ്പേഴ്സ് മിസ് ആയി പോയാല് അത് ഇച്ചിരി പാടാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ മ്യൂട്ട് ചെയ്യൂ. അപ്ര ഓക്കെ. അങ്ങനെ സ്പൈറൽ ബൈൻഡ് ചെയ്താലും മതി, പക്ഷെ അത് മിസ്സായി പോകരുത്. ഒരു പേപ്പർ പോലും മിസ്സായി പോകരുത്. അപ്പൊ അതിലും കൂടി കുറച്ചുകൂടി നല്ലത് ഇങ്ങനത്തെ റെക്കോർഡ് ബുക്കിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ് നോട്ട് വേറെ വേണോ? എന്തോ? ക്ലാസ് നോട്ടും റെക്കോർഡ് ബുക്കും വേറെ വേണോ, അതോ ഒന്നിലാണോ? വേണം. അല്ലല്ല, സെപ്പറേറ്റ് വേണം നമുക്ക്. നമുക്ക് നോട്ട്സ് എഴുതാനായിട്ട് പിന്നെന്താണ് ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടി പറയോ? നോട്ട്സ് നമുക്ക് എഴുതാനായിട്ട് നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഒരു നോട്ട്ബുക്ക് നിങ്ങൾ കീപ്പ് ചെയ്യണം. പിന്നെ റെക്കോർഡ് ബുക്ക് പഫ്ന കാണിച്ചു തന്നില്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ ഒരു ബുക്കും റെക്കോർഡിനായിട്ട് നിങ്ങൾ വാങ്ങി വെക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ മാഡം? ഒരു നോട്ട്ബുക്കും ഒരു റെക്കോർഡ് ബുക്കും മതിയോ? ഇല്ലല്ല, നമുക്ക് ഓരോ മൊഡ്യൂളിലും ഓരോ റെക്കോർഡ് ബുക്ക് ഉണ്ട്. അപ്പൊ പി ജിക്കാർക്ക് 5 റെക്കോർഡ് ബുക്ക് വേണ്ടി വന്നേക്കാം. ഫസ്റ്റ് നമുക്കിപ്പോ ഒരു മൊഡ്യൂൾ റെക്കോർഡിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ,
അപ്പോ മാം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ഇപ്പൊ നമ്മൾ DLD എന്നൊക്കെ നമുക്ക് ഓരോ സബ്ജക്ട്സ് ഉണ്ടല്ലോ, ഇപ്പൊ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അതേപോലെ തന്നെയായിരിക്കും നമുക്ക് മോണ്ടിസോറിയിലും സബ്ജക്ട്സ് വരുന്നത്? അങ്ങനെയല്ല, ഒരു ടോപ്പിക് വൈസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ്, യൂണിറ്റ് ആണ് ഇത് പ്രൊവൈഡ് എല്ലാം ചെയ്യാവോ? ക്ലിയർ അല്ലേ? മ്യൂട്ട് ചെയ്യാൻ പറയാം. മ്യൂട്ട്. ആരാത്? മ്യൂട്ട് ചെയ്യാവോ? കേൾക്കുന്നില്ലേ? പ്ലീസ് മ്യൂട്ട്. ആരാണെന്ന്? സാറയോ? ആരാണ്? സാറയാണോ? പേരെനിക്ക് ക്ലിയർ അല്ല. ഓക്കെ, സൂരജ് പ്ലീസ് മ്യൂട്ട്. സൂരജ്. ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സാധാരണ 1 hour ആണ് ക്ലാസ് എന്ന് പറഞ്ഞു. ഒരു 15 minutes നമുക്ക് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 10 minutes നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് അവർ പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ് ആ ടൈമിൽ. ഓക്കെ, അപ്പൊ ഒരു 1 hour ആയിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷൻ. ഇപ്പൊ എല്ലാം ക്ലിയർ, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു. വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. നെക്സ്റ്റ് ക്ലാസ് ഓൺവേഴ്സ് നമുക്ക് കാണാം. ഓക്കെ മാഡം, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, madam. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Ma'am, ഈ class room ന്റെ app വേറെ download ചെയ്യണം. Okay, bye. Thank you, ma'am. 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 Thank you, ma'am.